ഇന്നത്തെ റെസിപ്പിയെ നല്ലൊരു മുട്ടക്കുറുമയാണ്. കുക്കറിൽ ഒറ്റ വിസിൽ മതിയാകും, എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അല്പം വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഈ ഒരു മുട്ടക്കുറുമ എന്തിൻ്റെ കൂടെയും, ബ്രേക്ക്ഫാസ്റ്റായിട്ട് വരുന്ന എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഗരം മസാലയുടെ അധിക കുത്തു ടേസ്റ്റ് ഇല്ലാതെ ചെയ്തെടുക്കുന്ന ഒരു മുട്ടക്കുറുമയാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് തയ്യാറാക്കാം. ആദ്യം ഇതിന് കുറച്ച് ഐറ്റം അരച്ചെടുക്കാനായിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ ബൗള്, നമ്മൾ കറിയൊക്കെ എടുക്കുന്ന ബൗളുണ്ടല്ലോ, അതിന് 1 കപ്പ്. ഇത്രയും 1/4 സ്പൂണോളം പെരിഞ്ചീരകം കൂടെ ചേർക്കുക. ഇനി ഇതിലോട്ട് ഒരു 6 7 കാഷ്നട്ട്, കശുവണ്ടിയൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കസകസ, പോപ്പി സീഡ് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഈ കാഷ്നട്ടും കസകസയും കൂടി ഒരു 20 അരമണിക്കൂർ നേരത്തെ തന്നെ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് അരഞ്ഞു കിട്ടണം. അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് അരച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഇനി സ്പൈസസ് ചേർക്കാം. ഇതിൽ 3 ഏലക്ക, 3 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, സ്റ്റാർ അനീസ്, തക്കോലത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ കൽപ്പാസിയാണ് കൂടെ ചേർത്തത്. കൽപ്പാസി ഇതിനകത്ത് മുഖ്യമായിട്ട് ചേർത്തിരിക്കണേ. അത് ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഇനി ഇതിലോട്ട് 6 7 വെളുത്തുള്ളി ചതച്ചത്, ഇത്രയും ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയോടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. കൂടെ തന്നെ 2 പച്ചമുളകും ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും തുല്യ അളവിൽ നമ്മൾ വീട്ടിലെ അരച്ച് വെച്ച പേസ്റ്റ് ആണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഒരു 15-20 സെക്കൻഡ് നേരത്തേന് വഴറ്റിയെടുത്താൽ മതിയാകും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പേസ്റ്റ് ആണെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. അതിൽ പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്താണ്, വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്തതിന് ശേഷം സവാള ചേർക്കുക. ഒരു 2 സവാള ചെറുതെടുത്തിട്ടുണ്ട്, കനം കുറഞ്ഞരിഞ്ഞ് ചേർക്കുക. സവാള ഇനി ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. കളറൊക്കെ ഒന്ന് മങ്ങിയിട്ട് ഒന്ന് വാടി കെട്ടിയാൽ മതിയാകും. ഈ സ്പൈസസും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് പാകത്തിന് വഴന്ന് വരുമ്പോഴത്തേനും നല്ലൊരു സ്മെല്ലാണ്. സ്മെല്ല് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. പെട്ടെന്ന് ആയിക്കോളൂ, അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. പക്ഷേ സ്മെല്ലെങ്ങനെ പറഞ്ഞു തരിക. ഇത് പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്ര മതി. ഇനി ഇതിലോട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒരു ചെറിയൊരു പിടി പുതിന ചേർക്കുക. പുതിന ഇതിനകത്ത് ചേർത്തിരിക്കണം. ഇതെല്ലാം ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്നതാണ്. ഒരു 5 സെക്കൻഡ് മാത്രം ഇട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. പുതിന ഒന്ന് ചുരുങ്ങി വരും, അത്രയും മതി. പുതിനയും ഗരം മസാലയ്ക്കകത്തെ ആ കൽപ്പാസി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതൊക്കെ കൈവശമുള്ളപ്പം വേണം ഈ റെസിപ്പി ചെയ്യാനായിട്ട്. ഇത് 2 ഇതിനകത്തെ മെയിൻ സാധനമാണ്. ഒന്നും സ്കിപ്പ് ചെയ്യല്ലേ. പുതിന ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. കുറഞ്ഞ തീ തന്നെ ഇനി പൊടികൾ ചേർക്കാം. ഇത്രയും മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയൂടെ ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ. പൊടി ചേർക്കുമ്പോൾ തീയെ നല്ലവണ്ണം കുറച്ച് വയ്ക്കുക. ഇനി പൊടി നല്ലവണ്ണം ഒന്ന് ചൂടായി വരട്ടെ. ഒരു 20-25 സെക്കൻഡ് നേരത്തോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടി ഒട്ടും കരിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റ് മാറും. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അത് തന്നെ ചേർക്കാൻ നോക്കുക. കറിക്ക് നല്ലൊരു കളറും കിട്ടും. അതുതന്നെയല്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അധികം എരിവ് വേണ്ടല്ലോ. പൊടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഒരു വലിയൊരു തക്കാളി നല്ല പഴുത്തത് ചേർക്കുക. കൂടെ കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. പോരെങ്കിൽ പിന്നീട് ചേർക്കാം. വീണ്ടും നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുത്താൽ മതി. തക്കാളി ഒന്നും ഒത്തിരി വാടി വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പൊടിയായത് കാരണം നല്ല ഡ്രൈ ആയിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. ഒരു 1/2 ഗ്ലാസ്സിനടുത്തായിട്ട് വെള്ളം ഒഴിക്കുക. അപ്പോൾ പെട്ടെന്ന് വഴന്നും കിട്ടും. മസാലയൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആവുകയും ചെയ്യും. തീ അല്പം ഇനി കൂട്ടി കൊടുത്താൽ മതി. പെട്ടെന്ന് ഈ വെള്ളം അങ്ങ് വറ്റി കിട്ടുവേ. കൂടെ തന്നെ പൊടിയുടെയൊക്കെ ആ പച്ച ടേസ്റ്റ് മാറുകയും ചെയ്യും. അതുപോലെ തക്കാളി പെട്ടെന്ന് അങ്ങ് വാടി വരികയും ചെയ്യും. ശകലം വാടിയാൽ മതി തക്കാളി. ഇനി ഞാനിതിൽ സ്പൈസസ് അത്ര ചേർക്കത്തുള്ളൂ. ഗരം മസാല ഒന്നും വേറെ പൊടിയൊന്നും ചേർക്കത്തില്ല. അതുപോലെ തന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക ഒന്നും അതിൽ ചേർത്ത് അരയ്ക്കരുത്. ഭയങ്കര ഗരം മസാല കുത്തു ടേസ്റ്റ് ഉണ്ടാകും. വെള്ളമൊക്കെ ഒന്ന് വറ്റിട്ടുണ്ട്. എണ്ണയൊക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ ശകലം ഇങ്ങനെ പിരുവരാന്നൊന്ന് പൊരിഞ്ഞു വരും. അത്രയും മതി. ഇതായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരപ്പ് ചേർക്കാം.
അരപ്പ് നന്നായിട്ട് അരഞ്ഞിരിക്കണേ. ഇനി ആ മിക്സഡ് ജാറിനകത്തോട്ട് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് ലൂസാക്കി എടുക്കണ്ട, ഒത്തിരി കുറുകയും വേണ്ട. ഒരു വിസിൽ മാത്രമേ അടുപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരുപാടൊന്നും വറ്റിയും പോകത്തില്ല. ഈ ഒരളവിലാണ് ചാറെടുത്തിട്ടുള്ളത്. ഇനി ഉപ്പ് പാകമാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പോരെങ്കിൽ ചേർക്കുക. ഇനി ഇതിലോട്ട് ഒരല്പം മല്ലിയിലൂടെ ചേർക്കണം. മല്ലിയിലയുടെ ഫ്ലേവറോട് ഇതിൽ വേണം. ഉപ്പെല്ലാം പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വയ്ക്കാം. കുക്കറിൽ ഒറ്റ വിസിൽ മതിയാകും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള സ്റ്റീമൊക്കെ നല്ലവണ്ണം പോയതിന് ശേഷം തുറക്കുക. അങ്ങനെ മൊത്തം ആവി പോയതിന് ശേഷം തുറക്കുകയെങ്കിൽ ഇതുപോലെ എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞ് കിട്ടുക. ഒരു ചെറിയ ചൂടിതിനുണ്ട്. ഒട്ടും നനവില്ലാത്ത കുറച്ച് മല്ലിയിലൂടെ ചേർക്കുക. ഇതിൻ്റെ ചാറ് കൊണ്ട് ഈ ഒരു പരുവത്തിൽ കുറുകി വന്നിട്ടുണ്ട്. തേങ്ങ ഇവിടെ ഞാൻ നന്നായിട്ട് അരച്ചിട്ടാണ് ചേർത്ത്. അപ്പോൾ കൂടി ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിരിഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഈ കറി ഇരിക്കുന്നത്. അപ്പോൾ തേങ്ങ നന്നായിട്ട് അരഞ്ഞിട്ടില്ലെങ്കിൽ തൈര് പിരിഞ്ഞ പോലെ ഇരിക്കും. ഇനി ഇതിലോട്ട് പൊഴിഞ്ഞ് 5-6 മുട്ട ചേർക്കുക. ഈ ഒരളവിന് മുട്ടയെ നല്ലവണ്ണം ആഴത്തിലൊന്ന് വരഞ്ഞ് ചേർക്കുക. ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് വെച്ചാൽ മതിയേ. ഇതിൽ ചെറിയ ചൂടുണ്ട്. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. പിന്നെ ഒരു ടിപ്പുള്ളത്, കറിക്ക് ടേസ്റ്റ് ചെയ്യുമ്പോഴേ തക്കാളിയുടെ പുളി അനുസരിച്ച് പുളി കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ 1/4 സ്പൂൺ പഞ്ചസാര ചേർത്തിളക്കിയാൽ മതി. ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക മണവും രുചിയുമാണ്. അത് കുക്കറിൽ വെച്ച് ഇതുപോലെ പ്രഷർ കൊടുത്ത് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു ടേസ്റ്റും മണവും എനിക്ക് കിട്ടിയിട്ടുള്ളൂ. സാധാ പാത്രത്തിൽ വെച്ച് നമ്മൾ ഈ തിളപ്പിച്ച് വറ്റിച്ച് ഇതുപോലെ ആക്കി എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. അതെന്താണെന്നറിയില്ല. അതുകൊണ്ട് ഇത് കുക്കറിൽ ചെയ്ത് നോക്കുക. പ്രഷർ മൊത്തം പോയിട്ട് ഓപ്പൺ ചെയ്യുക. ഈ ഒരു കറിയെ പൊറോട്ട കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ പിന്നെ നാളെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇതൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ടിക്കാക്കി ഇട്ടാൽ മാത്രമേ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.